ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ കാണിക്കണത്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവ് നമുക്ക് തട്ടിലേക്ക് ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6 തട്ടിൻ്റെ ഇഡ്ഡലി കുക്കറാണ്. അപ്പോൾ അതിൻ്റെ തട്ട് വെച്ചിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉലുവ ചേർത്ത് കൊടുത്താൽ ഇഡ്ഡലി മാവ് നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്, വേപ്പില ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഉച്ചക്കിലേക്ക് ഉണക്കൽ പുളിയാണ് കേട്ടോ. മാന്തൽ ഉണക്കമീനില്ലേ, അത് വെച്ചിട്ടൊരു പുളി, ഉണക്കൽ പുളി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വഴറ്റുകയാണ്. നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കോൽപ്പുളി, വാളംപുളിയൊക്കെ പറയും. ഇവിടെ പുളിങ്ങ പറയും കേട്ടോ. പട്ടാമ്പിയിൽ, നമ്മൾ തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ കോൽപ്പുളി എന്നാണ് പറയാം. അപ്പോൾ ഓരോ ഭാഗത്തേക്കും ഓരോന്നായിരിക്കും പറയുണ്ടാവുക കേട്ടോ. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമീനായാലും നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമീൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 തള വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടാവും. ഉണക്കമീൻ ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ തുറന്നിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഉണക്കൽ പുളി കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു കറിയൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കൽ പുളി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പയർ തോരനോ ഉപ്പേരിയോ എന്താ വെച്ചാൽ അങ്ങനെ പറയാം. ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെള്ളുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നുറുക്കിയിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഒരു ടേസ്റ്റിന്, ചെറിയൊരു എരിവിന്. ഞാൻ ചേർക്കേണ്ട, താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ ഉപ്പേരി സെറ്റ്. ഉപ്പേരി റെഡിയായി. ഇനി നമ്മളിതിനിടയിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ തലയിലേക്ക് വേണ്ടിയിട്ട്, തലമുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഒരു കോഴിമുട്ടയുടെ വൈറ്റ് എഗ്ഗിൻ്റെ, അതായത് വെള്ള, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ മുടിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പറാണ്. നല്ലപോലെ പതപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തലകുട്ടിയിൽ നല്ലപോലെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കത് താളി വെച്ചിട്ട് കഴുകിയെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മുറ്റത്ത് തന്നെ താളിയുണ്ട്, ചെമ്പരത്തിയുടെ പൂവ് ഇലയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരച്ചെടുത്തു. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് പച്ചമുളക് വറുക്കാം കേട്ടോ. പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നെടുകെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കീറി കൊടുക്കുക. അതിലേക്ക് സ്പൂണായിട്ട് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം.
അങ്ങനെ എല്ലാ മുളകും കീറിയിട്ട് ഉപ്പ് തേച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. മുളക് അതുപോലെ വറുക്കാറുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് എരിവുള്ള മുളക് വേണ്ട, ചെറിയ എരിവുള്ള മുളകായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് മോളൂസിൻ്റെ ഡ്രോയിങ് ക്ലാസ്സാണ്. മോളൂസ് ഒരു ചിത്രം വരച്ചതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.